കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫോൺ ഭംഗിയാക്കാനാണ്. ഇത് കുറേ നാളായി കൈ കിട്ടിയിട്ട് ഇത് കുറച്ച് ദിവസമായി ഇതിനെ ഒന്ന് ഭംഗിയാക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കളറ് ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് എനിക്കറിയില്ല, അത്രയും മങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. വർഷം കുറേ പഴക്കമുള്ളൊരു ഫോണാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാൻ പോവാണ്. അതും ചോക്ക് പെയിൻറ്റ് മാറ്റ് ഫിനിഷിൻ്റെ ഒരു ഗ്രീൻ കളറ്. അത് കൊടുക്കുന്നതിന് ഭംഗിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ഭംഗിയാക്കാൻ പോവാണ്. ആ ഒരു കളർ കൊടുത്തിട്ട് ഫുൾ അങ്ങോട്ട് ഗ്രീൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പുതിയ ചാനൽ കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാരു സർക്കിൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ചാരു സർക്കിൾ വ്ളോഗ് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോസൊക്കെ ഇടും. അപ്പോൾ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാരു സർക്കിളും സപ്പോർട്ട് ചെയ്യണം, ചാരു സർക്കിളിനെയും സപ്പോർട്ട് ചെയ്യണം, ചാരു സർക്കിൾ വ്ളോഗിനെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ ആ ഒരു ഭാഗത്ത് മഞ്ഞ കളർ കൊടുത്തിട്ടോ. ഇവിടെ ഗോൾഡൻ കളർ കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഗോൾഡൻ കളർ അതിനോട് പിടിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു മഞ്ഞ കളർ ഇരിക്കട്ടെ. അത് നന്നായി പിടിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് അവിടെ, അതുകൊണ്ടാണ് ഗോൾഡ് അത്ര പിടിക്കാത്തത് ആ ഒരു കളറ്. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഡെക്കോർ ടിഷ്യൂ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഓരോ ഫ്ലവറായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഒട്ടിച്ച് ഒരു ഭംഗിക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്, നമ്മൾ കട്ടിങ് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഡെക്കോർ ടിഷ്യൂ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ബുക്സിലൊക്കെ ഉണ്ടാവും ചില ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇതുപോലെ ഒട്ടിക്കാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഡെക്കോർ ടിഷ്യൂ ഉണ്ടായിരുന്നു. ടിഷ്യൂ അല്ല, ഒരു ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ അത് 40 രൂപയാണ് ഒരെണ്ണത്തിന്, 40 അല്ല 70 രൂപയാണ് ഒരെണ്ണത്തിന്. നമ്മൾ ഡെക്കോർ ടിഷ്യൂ എങ്ങനെയാണോ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഉപയോഗിക്കണം എന്നൊരു പേപ്പറാണിത്. ഇത്തിരി കട്ടിയുണ്ടെന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നത് കേട്ടോ. അതിനായിട്ട് മോഡ്പോജോ അല്ലെങ്കിൽ ഫെവിക്കോളും ഒരല്പം വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ദേ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ചിട്ടുണ്ട്. ആ ബട്ടർഫ്ലൈ ചെറുതായിപ്പോയി, അപ്പോൾ ഇത്തിരി വലിയ ബട്ടർഫ്ലൈ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കണം. അപ്പോൾ ഞാനൊരു കുഞ്ഞു ബട്ടർഫ്ലൈ ഇപ്പോൾ ഒട്ടിക്കുന്നത്, പക്ഷേ എനിക്കത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം ഭയങ്കര ചെറുതായിപ്പോയി. അപ്പോൾ ഒരു വലിയ ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കാം നമുക്ക്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ഭംഗിക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്രീൻ കളറ് അക്രലിക് പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ കുറച്ച് ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നിട്ട് നമ്മുടെ ഗ്ലിറ്റർ അല്ല 3D ഔട്ട്ലൈനർ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തുകൾ ഇട്ട് കൊടുത്ത്, അതും വൈറ്റാണ് കൊടുക്കുന്നത് കേട്ടോ, പേൾ വൈറ്റ്. പിന്നെ നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ 3D ഔട്ട്ലൈനർ വെച്ച് കൂടുതൽ ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു, കുറച്ചും കൂടെ ഭംഗി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പരിപാടി. ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എന്താ പറയുക, ആകെ മൊത്തം എന്തായിന്ന് എനിക്ക് അറിയത്തില്ല. ഫോൺ ഞാൻ നേരത്തേക്കാളും ഭംഗിയായോ? ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഭംഗിയായിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ദേ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ ഒന്ന് മാറ്റുകയാണ്. കുറച്ചും കൂടെ വലിയ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, 2 എണ്ണവും. അപ്പോൾ ചെറുതായിരുന്നു, അതിന് അത്ര ഭംഗി തോന്നിയില്ല കേട്ടോ. അപ്പം ഞാനത് ഒട്ടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു എന്താ പറയുക, ഒരു ഡിമ്മായിട്ടുള്ള ഫോണിനെ ഞാൻ കുറച്ച് ഭംഗിയാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭംഗിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാരു സർക്കിളിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ചാരു സർക്കിൾ വ്ളോഗിനെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.